കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. അവശ്യ സാധനങ്ങളുടെ വില വർധന ഹോട്ടൽ വ്യവസായത്തെയും സാധാരണ ജനങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പച്ചക്കറികൾക്കും പലചരക്ക് സാധനങ്ങൾക്കും വില ഉയർന്നതോടെ ഭക്ഷണവില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹോട്ടൽ മേഖല. വെണ്ടയ്ക്കയുടെ വില ഒരാഴ്ചക്കിടെ കുതിച്ചുയർന്നിരിക്കുകയാണ്. പാലക്കാട്ടേക്ക് പച്ചക്കറികൾ എത്തുന്ന കോയമ്പത്തൂർ അടക്കമുള്ള വിപണികളിൽ മൊത്തവില 65 മുതൽ 70 രൂപ വരെയാണ്. ചില്ലറ വിൽപ്പനയിൽ വില 80 രൂപയാവും. ചിലയിടങ്ങളിൽ 90 രൂപയ്ക്ക് മുകളിലുമുണ്ട്. മുരിങ്ങക്കായുടെ വില കുറഞ്ഞെങ്കിലും ചില്ലറ വിൽപ്പനയിൽ ഇപ്പോഴും 250 രൂപ വരെയുണ്ട്. വഴുതനങ്ങയുടെ വില കുറഞ്ഞതും വാഴക്കായുടെ വില ഉയരാത്തതുമാണ് താൽക്കാലിക ആശ്വാസം. സവാളയും ഉരുളക്കിഴങ്ങും കൂടുതലടങ്ങിയ സാമ്പാർ കറികളുമാണ് മിക്കയിടത്തും നൽകി വരുന്നത്. കിലോഗ്രാമിന് 80 മുതൽ 90 രൂപ വരെ വിലയായതിനാൽ അധികം ഹോട്ടലുകളിലും പയറുപ്പേരിയില്ല. കിലോയ്ക്ക് 70 രൂപ എത്തിയതിനാൽ കൈപ്പയ്ക്ക ഉപ്പേരിയും ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ബോയിലർ കോഴിയുടെ വില കിലോയ്ക്ക് 135 നിന്നും 170 രൂപയായി. നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും ഇപ്പോഴും വില അധികം താഴ്ന്നിട്ടില്ല. നാളികേരത്തിന് കിലോയ്ക്ക് 60 മുതൽ 65 രൂപ വരെ വിലയുണ്ട്. വലിയ ഹോട്ടലുകൾക്ക് മൊത്ത വിൽപ്പനയിൽ 55 രൂപയ്ക്ക് കിട്ടിയാലും ചെറിയ ഹോട്ടൽ നടത്തിപ്പുകാർ ഈ വിലയ്ക്കാണ് നാളികേരം വാങ്ങുന്നത്. നാളികേരം ഉപയോഗം കുറച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. ഉപ്പേരികളിൽ തേങ്ങയിടുന്നത് ഒഴിവാക്കുകയും ചെയ്തു. വെളിച്ചെണ്ണ വില ഒരു മാസത്തിനിടെയാണ് കുറഞ്ഞത്. എന്നിട്ടും വില 320 രൂപയ്ക്ക് മുകളിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശൈത്യകാലം ആരംഭിച്ചതോടെ വഴിയോരങ്ങളിലെ നിറസാന്നിധ്യമായിരിക്കുകയാണ് കരിമ്പിൻ ജ്യൂസ്. രുചിയോടൊപ്പം ആരോഗ്യ ഗുണങ്ങളും ഒരുമിച്ച് നൽകുന്ന കരിമ്പിൻ ജ്യൂസ് ജനപ്രിയമാവുകയാണ്. കരിമ്പിന്റെ വിളവെടുപ്പ് കാലം ആരംഭിച്ചതോടെ കുറഞ്ഞ വിലയിൽ സുലഭമായി കരിമ്പ് ലഭിക്കുമെന്നതാണ് ആളുകളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. ശൈത്യകാലം ആരംഭിച്ചതോടെ വഴിയോരങ്ങളിലും ഉത്സവ പറമ്പുകളിലും കരിമ്പും കരിമ്പിൻ ജ്യൂസും സുലഭമായി. ശൈത്യകാലത്താണ് കരിമ്പിന്റെ വിളവെടുപ്പ്. അതുകൊണ്ട് ഇപ്പോൾ കരിമ്പ് സുലഭവും വിലക്കുറവുമാണ്. ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിന് ഇപ്പോൾ വില 50 രൂപയാണ്. പാലക്കാട്, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും കരിമ്പ് വിപണിയിലെത്തുന്നത്. ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ഉത്സവപ്പറമ്പുകളിലും കരിമ്പിന് വലിയ ഡിമാൻഡാണ്. ഒരു കമ്പ് കരിമ്പിന് 70 മുതൽ 100 രൂപ വരെയാണ് വില. ശുദ്ധമായ കരിമ്പിൻ നീരിന് ഔഷധ ഗുണവും ഏറെയാണ്. ശൈത്യകാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ കരിമ്പിൻ ജ്യൂസ് മികച്ച വഴിയാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ചും തണുത്ത കാലാവസ്ഥയിൽ വെള്ളം കുടിക്കുന്നത് കുറയുന്ന സാഹചര്യത്തിൽ കരൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും മഞ്ഞപ്പിത്ത ശമനത്തിനും കരിമ്പിൻ ജ്യൂസ് ഏറെ ഗുണകരമാണ്. കരളിന്റെ പ്രവർത്തനം സുഗമമാക്കാനും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ബിലിറൂബിൻ ഉൽപാദനം നിയന്ത്രിക്കാനും കരിമ്പിൻ ജ്യൂസ് സഹായിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ശൈത്യകാലമാണ് കരിമ്പിന്റെ പ്രധാന വിളവെടുപ്പ് കാലം. അതിനാൽ തന്നെ ഇപ്പോൾ കരിമ്പ് ലഭ്യത കൂടുകയും വില കുറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാൽ വില ഉയർത്തുമെന്ന സർക്കാർ വാഗ്ദാനം യാഥാർത്ഥ്യമായില്ല. ലിറ്ററിന് 4 രൂപ ഉയർത്തണമെന്ന മിൽമ ഫെഡറേഷന്റെയും ഡയറക്ടർ ബോർഡിന്റെയും തീരുമാനം നടപ്പാക്കാതെ തുടരുകയാണ്. ഉൽപാദന ചെലവ് ഉയർന്ന സാഹചര്യത്തിൽ പാൽ വില വർധന ഉടൻ നടപ്പാക്കണമെന്നാണ് ക്ഷീര കർഷകരുടെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കണമെന്ന മിൽമ ഫെഡറേഷന്റെയും ഡയറക്ടർ ബോർഡിന്റെയും തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ അനുമതിയില്ലാതെ നിലച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന മിൽമ ബോർഡ് യോഗം വിലവർധനയ്ക്ക് അനുകൂലമായി തീരുമാനമെടുത്തിരുന്നു. നേരത്തെ പാൽ വില വർധനയെ എതിർത്ത മേഖലാ യൂണിയനുകളും ഒടുവിൽ നിലപാട് മാറ്റി. ഇതോടെ ക്ഷീരകർഷകർക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ വില ഉയർത്താൻ ഫെഡറേഷൻ ഐക്യകണ്ഠേന തീരുമാനിച്ചിരുന്നു. ക്ഷീരവികസന വകുപ്പ് മന്ത്രി മിൽമയുടെ തീരുമാനത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ചതായി അറിയിച്ചിരുന്നുവെങ്കിലും ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞായി മിൽമ ബോർഡ് അംഗങ്ങൾ പ്രതികരിച്ചു. പാൽവില വർധനയ്ക്കുള്ള തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ സമ്മതം ലഭിച്ചിട്ടില്ല. ഉൽപാദന ചെലവിനനുസരിച്ച് പാൽവില ലഭിക്കാത്തതോടെ സംസ്ഥാനത്തെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. ചെറുകിട കർഷകരിൽ പലരും ക്ഷീരമേഖല ഉപേക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. പാലിന്റെ സംഭരണ വില ഉയർത്തുക, വില നിശ്ചയിക്കുന്ന ചാർട്ട് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 21-ന് പ്രതിഷേധ യോഗങ്ങളും ധർണയും സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 187, RSS 5 182, ലാറ്റക്സ് 130, ജാതിക്ക 330, ജാതിപത്രി 1800, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 71,200, കുരുമുളക് അൺഗാർബിഡ് 69,000,
200. ഏലക്ക 2300 മുതൽ 2400 വരെ. വെളിച്ചെണ്ണ 31,000. കൊപ്ര 18,980. ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, everlasting comfort and durability.